നെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ പഠനം കംപ്ലീറ്റ് ചെയ്തിരുന്നു. അത് തുടർമാനമായിട്ട് 3:20 വരെ പാപം എന്ന വിഷയത്തെക്കുറിച്ച് പറയുന്നതാണ്. 1-ാം അധ്യായത്തിലെ ഒരു കൂട്ടർ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. പാഗൻ മാൻ ഈസ് എ സിന്നർ. ജഡീകനായിട്ട് ലോകപ്രകാരം ജീവിക്കുന്ന ജെൻറ്റൈൽസ്, പാഗൻ മാൻ ഒരു പാപിയാണ് എന്ന് തെളിയിക്കുന്ന ഭാഗമാണ് 1-ാം അധ്യായത്തിലെ അവസാന ഭാഗത്തിൽ നമ്മൾ 32 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചത്. ഇനിയും 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 2-ാം അധ്യായത്തിലെ സ്വയം നീതിയിൽ അല്ലെങ്കിൽ ധാർമ്മിക ജീവിതം നയിക്കുന്ന മനുഷ്യരും നഷ്ടപ്പെട്ടാണ്, സിൻ ഓഫ് ദ മോറൽ മാൻ, അവനും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയാണ് 2-ാം അധ്യായത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുന്നു, ആളുകളെ ഏതൊക്കെ നീതിയിൽ ന്യായം വിധിക്കും എന്ന് അതിനകത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിലെ ചില ചിന്തകളാണ് നമ്മൾ വായിക്കുന്നത്. ഇന്ന് അതിൽ കുറച്ച് വാക്യങ്ങൾ വായിക്കാം. അതിനകത്ത് 3:8 വരെയുള്ള വാക്യങ്ങൾ അവരെ ന്യായം വിധിക്കുന്ന കാര്യമാണ് പറയുന്നത്. ജ്യൂസ് ആർ ജഡ്ജ് അക്കോർഡിംഗ് ടു, അത് 5-6-7 ടൈപ്പ് ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ചിന്തിക്കും. ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിച്ച് ആദ്യം പോകാം. ആദ്യത്തെ 6 വാക്യം ഒന്ന് വായിക്കാം. അതൊന്ന് ദൈവം അനുവദിക്കുകയാണെങ്കിൽ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവയെ നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ തന്നെ കുറ്റം വിധിക്കുന്ന നീ അത് പ്രവർത്തിക്കുന്നുവല്ലോ. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അന്ത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയും എന്ന് നനയ്ക്കുന്നു. അല്ല, ദൈവത്തിൻ്റെ ദയ നിൻ്റെ മാനസാന്തരത്തേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു. എന്നാൽ നിൻ്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുത്തുന്ന കോപ ദിവസത്തിലേക്ക് നിനക്ക് തന്നെ കോപം ഛർദ്ദിച്ചു വയ്ക്കുന്നു. അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്ക പകരം ചെയ്യും. ഇവിടെ ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുന്ന ചില വിധങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം യഹൂദൻ അബ്രഹാമിൻ്റെ മക്കളാണ് എന്നൊരു ചിന്തയും അവർക്ക് ഒരിക്കലും ഒരു ശിക്ഷാവിധി ഇല്ല എന്നും അവരെ ചിന്തിക്കുന്നുണ്ട്. സ്വപ്നത്തിൽ പോലും അവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ശരിക്കും അവർക്ക് ശിക്ഷാവിധി ഇല്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. യഹൂദൻ പുറംജാതിയെപ്പോലെ പാപി ആണെന്നാണ് ഇവിടെ പൗലോസ് സമർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. യഹൂദന് എപ്പോഴും ഒരു ചിന്തയുണ്ട്, ദൈവത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു ആളുകളാണ്. അതുകൊണ്ട് എല്ലാ ജാതികളും ഈ ദൈവം തഴഞ്ഞു കളഞ്ഞ് അല്ലെങ്കിൽ അവരെ ന്യായം വിധിച്ചാലും ഇവർക്കൊരു ന്യായവിധിയുമില്ല. അതുകൊണ്ട് യേശുവായിട്ട് സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, പരീശന്മാരെ പല സമയങ്ങളിലും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് യാതൊരു ന്യായവിധി ഇല്ല, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാണ് എന്നുള്ള രീതിയിൽ യേശുവിനെ പോലും നീ ആരുടെ സന്തതിയാണ് എന്നുള്ള ഒരു ചോദ്യം വരെ യേശുവിനോട് ചോദിക്കുന്ന ഭാഗം നമുക്ക് വേദപുസ്തകത്തിലുണ്ടല്ലോ. എന്നാൽ ഇവിടെ അബ്രഹാമ്യ സന്തതിയായ യഹൂദന്മാർ പാപികളും അവിശ്വാസികളും ദൈവം മുമ്പാകെ അനുസരണം കെട്ടവരും ആണെങ്കിൽ പോലും നിത്യരാജ്യത്തിൽ പങ്കുള്ളവരായിരിക്കും എന്നുള്ള ഒരു ചിന്ത യഹൂദന് എപ്പോഴും ഉണ്ട്. ഇപ്പോഴും അവർ ആ രീതിയിൽ ചിന്തിക്കുന്നു. യഹൂദന്മാർ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് അവരൊക്കെ നിത്യരാജ്യത്തിൽ പങ്കുണ്ടേന്ന്. എന്നാൽ സദാചാര നിരതനായ യഹൂദനും ദൈവിക ന്യായവിധിയിലാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ള നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ കുറ്റം വിധിക്കുന്ന നീ തന്നെ അത് പ്രവർത്തിക്കുന്നുവല്ലോ. 1-ാം വാക്യം, 2-ാം വാക്യമാണ്. വിധിക്കുന്നു എന്നാൽ കുറ്റം വിധിക്കുക എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ആരെയാണ് കുറ്റം വിധിക്കുന്നത്? യഹൂദനോട് കുറ്റം വിധിക്കുന്നത് പാപികൾ എന്ന് പറയുന്ന ജെൻറ്റൈൽസ്, അവരെയാണ് ഇവിടെ കുറ്റം വിധിക്കുന്നത് എന്ന് പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവൻ ഉപമ പറഞ്ഞു.
2 മനുഷ്യൻ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി, ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാരൻ, നീതികെട്ടവൻ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെ ഈ ചുങ്കക്കാരനെ പോലെ ഞാൻ അല്ലാകയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, എഴുന്നേലൊക്കെയും പതാരം കൊടുക്കുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അവിടെ അവരെ പരീശൻ്റെ ഭാവം എന്ന് പറഞ്ഞാൽ അവരെ തന്നെ ജസ്റ്റിഫൈ ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത് അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് ഈ ഭാഗത്ത് പറയുന്ന ഇവർക്ക് 7 വിധം, ന്യായവിധിയുടെ 7 വിവിധ സ്വഭാവങ്ങൾ ഇവിടെ പറയുകയാണ്. ദൈവം അവരെ ന്യായം വിധിക്കുന്ന 7 തരത്തിലുള്ള സ്വഭാവങ്ങൾ പറയുകയാണ്. ഇതിൽ ഒരു സൂചിക പോലെ, അത് പിൻ പോയിൻ്റ് പോലെ പറഞ്ഞാൽ, 2-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വിധി സത്യ അനുസരണമായിരിക്കുന്നു എന്നറിയുന്നു. 5-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വിധി നീതിയുള്ള വിധിയാണ്. 5-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുത്തുന്ന കോപദിവസം. 6-ാം വാക്യത്തിൽ പ്രവർത്തിക്ക് തക്ക വിധി. 6-ാം വാക്യത്തിൽ ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്ക വിധി എന്ന് പറയുന്നു. 9-ാം വാക്യം വരുമ്പോൾ അതിൽ പറയുന്നത് പദവിക്ക് അനുസരണമായ വിധി. പദവിക്ക് അനുസരണമായ വിധി. യഹൂദനെന്നും യവനെന്നും ഏത് തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും വിധിയുണ്ട് എന്ന്, അത് പദവിക്ക് അനുസരണമായ വിധി. 11-ാം വാക്യത്തിൽ മുഖപക്ഷമില്ലാത്ത വിധി. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ, ദൈവം മുഖപക്ഷമില്ലാതെ വിധിക്കുന്നു എന്ന്. 12-ാം വാക്യത്തിൽ ലഭിച്ച വെളിച്ചത്തിന് അനുസരണമായിട്ടുള്ള വിധി. ഇവിടെ പറയുന്ന ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും, ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെ ന്യായപ്രമാണത്താൽ വിധി. ലഭിച്ച വെളിച്ചം, അവർക്ക് ന്യായപ്രമാണത്തിൽ കിട്ടിയവർക്ക് ന്യായപ്രമാണത്താൽ വിധി. വീണ്ടും താഴോട്ട് വരുമ്പോൾ 16-ാം വാക്യത്തിൽ യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്നു. അങ്ങനെ 7 വിധിയെക്കുറിച്ച്, ദൈവത്തിൻ്റെ വിധിയുടെ 7 ക്യാരക്ടറെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ന്യായം, സത്യമനുസരിച്ചുള്ള വിധി, നീതിയുള്ള വിധി, പ്രവർത്തിക്ക് തക്ക വിധി, പദവിക്ക് അനുസരണമായ വിധി, മുഖപക്ഷമില്ലാത്ത വിധി, ലഭിച്ച വെളിച്ചത്തിനനുസരണമായത്, സുവിശേഷപ്രകാരമുള്ള വിധി. ഇവിടെ 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നത് യു ആർ നോട്ട് എക്സ്ക്യൂസ്ഡ്. നിനക്ക് നീ കുറ്റം വിധിക്കുന്നു, അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. അതുകൊണ്ട് നിനക്ക് ഒരു എക്സ്ക്യൂസില്ല, നിനക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് പറ്റുകയില്ല. ദൗ ആർട്ട് ഇൻഎക്സ്ക്യൂസബിൾ, യു ആർ നോട്ട് എക്സ്ക്യൂസ്. ഇത് ധാർമ്മിക മനുഷ്യൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നതെങ്കിൽ 1:20 ജെൻറ്റൈൽസിൻ്റെ കാര്യം ഇതുപോലെ തന്നെ പറയുന്നുണ്ട്. ആദ്യത്തെ കൂട്ടർ, അവർക്ക് നിനക്ക് എക്സ്ക്യൂസ് ഇല്ല, യു ആർ വിത്തൗട്ട് എക്സ്ക്യൂസ് എന്ന് പറയുന്ന ഭാഗം 1:20 ഇവിടെ നിനക്ക് പ്രതിവാദം പറവാനില്ല. മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ ഒരു വിരൽ നേരെ ഒരാളുടെ ഒരിക്കൽ ചൂണ്ടിയാൽ ഏകദേശം 3 വിരൽ നിൻ്റെ നേരെയാണ് വരുന്നത്. ഒരു ചൂണ്ടുവിരൽ നേരെ പോകുമ്പോൾ 3 വിരൽ നിൻ്റെ നേരെയാണ് വരുന്നത്. അതുകൊണ്ട് നിനക്ക് പ്രതിവാദം പറവാനില്ല, വിധിക്കപ്പെടാതിരിപ്പാൻ നീ വിധിക്കരുത്. അത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലുള്ള വാക്യമാണ്. മത്തായി 7:1, 2, 3 വാക്യങ്ങളിൽ നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങളെയും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നതെന്ത്? യഹൂദൻ്റെ സ്ഥിതി ഈ രീതിയിലാണ്. യഹൂദൻ മറ്റുള്ളവരെ വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ മറന്നിരിക്കുന്നു. അവർ സെൽഫ് റൈച്ചസ് ആയിട്ടുള്ളൊരു സ്പിരിറ്റാണ് അവർക്കുള്ളത്, സ്വയം നീതീകരിക്കുന്ന ഒരു സ്പിരിറ്റ്. യേശുക്രിസ്തു അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇത് കറക്റ്റ് യേശു അവരോട് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ യേശു യെരുശലേമിൽ വന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കൽ വന്ന്, നിൻ്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നതെന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറയും, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നതെന്ത്? അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നും അപ്പനെയും അമ്മയെ ദുഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ. നിങ്ങൾ ഓരോരുത്തൻ അപ്പനോടും എങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ട വഴിപാടെന്ന് പറഞ്ഞ് അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കുന്നു. ഇവിടെ ഒരു സമ്പ്രദായത്തെക്കുറിച്ച് പറയുകയാണ്, മനുഷ്യരുടെ സമ്പ്രദായം.
ദൈവം മോശയോടുള്ള കൽപ്പന കൊടുത്താണ് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണമെന്ന്. എന്നാൽ നിങ്ങളുടെ സമ്പ്രദായം എന്താണ്? യഹൂദന്മാരുടെ ഈ ദൈവത്തിൻ്റെ കൽപ്പന കൂടാതെ വാമൊഴിയായി ഒരുപാട് കാര്യങ്ങൾ കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ഇതാണ് പൂർവന്മാരുടെ സമ്പ്രദായം. അവർ ഇവിടെ പറയുന്നത്, നിങ്ങൾ ഒരുത്തിന് അപ്പനോടോ അമ്മയോടോ എങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ട വഴിപാടെന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്നർത്ഥം. അന്നേരം അവരുടെ ബേസിസ് അനുസരിച്ച് അവരുടെ ഓറൽ ലോ അനുസരിച്ച്, സമ്പ്രദായം അനുസരിച്ച് ദൈവം പറഞ്ഞ കൽപ്പനകളെ ദുർബലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇതുപോലെ തന്നെയല്ലേ നടക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് സഭകളിലൊക്കെയുള്ള ട്രഡീഷൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ട്രഡീഷൻ, സഭകളിലൊക്കെയുള്ള ട്രഡീഷൻ, ഒരുപാട് സമ്പ്രദായങ്ങൾ നമ്മുടെ സഭകളിലുണ്ട്. പലരുടെയും, പ്രത്യേകിച്ച് ഈ ചർച്ചസ്, ഡിനോമിനേഷൻസിന് അതൊക്കെ ഒരുപാട് സമ്പ്രദായം, ട്രഡീഷൻസ് ഉണ്ട്. ഇതൊക്കെ എന്ന് വന്നാണ് 1100 കാലഘട്ടങ്ങൾ ആ ഡാർക്ക് ഏജസിൽ വന്നു കയറി കാര്യങ്ങളാണ് അതിൽ കിടക്കുന്നത്. അത് ഈവൻ പ്രൊട്ടസ്റ്റൻ്റ് ആയതിനു ശേഷം പോലും ആ വിശ്വാസത്താൽ ജീവിക്കുന്ന ദൈവവചന സോളാ സ്ക്രിപ്ചേഴ്സ് എന്ന് പറഞ്ഞ് അതിനുപരിയായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തെങ്കിലേ പറ്റൂ. കാരണം എന്താണ്? അതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് എന്ന് വെച്ചാൽ പുരോഹിതന്മാർക്ക് അല്ലെങ്കിൽ ചർച്ചിലെ ലീഡേഴ്സിന് അവർക്കൊരു അപ്രമാദിത്വം കിട്ടണം, അവർക്കൊരു പവർ കിട്ടണം. അതുകൊണ്ട് ആണ് ആദ്യം തന്നെ ബൈബിള് അവരിൽ നിന്ന് മാറ്റിക്കളഞ്ഞ്, ജനങ്ങളിൽ നിന്ന് മാറ്റിക്കളഞ്ഞ്. കാരണം ബൈബിൾ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള കഴിവ് അവർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആദ്യം അത് തന്നെ ചെയ്തു. പിന്നീട് എന്താണ്? ഒരുപാട് കാര്യങ്ങൾ സഭകൾ ആചരിക്കുന്ന ട്രഡീഷൻസ് ചെയ്യാനുള്ള അധികാരം അവർക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? ചില പഴയ മുൻകാലങ്ങളിലെ പരിചയം, ചില സമ്പ്രദായങ്ങൾ ഇങ്ങനെ ഓറൽ ലോസ് ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുക. ബിബ്ലിക്കലായിട്ട് യാതൊരു കാര്യവും അതിനില്ല. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു പറയുന്നത് എന്താണ്? ദൈവവചനത്തെ, നിങ്ങളുടെ സമ്പ്രദായത്താൽ ദൈവവചനത്തെ ദുർബലമാക്കുന്നു. ഇത് ആദിമസഭയിൽ ഉണ്ടായിരുന്നു. പരിച്ഛേദനയുടെ കാര്യം പറയുമ്പോഴത് വരുന്നുണ്ടല്ലോ. യഹൂദന്മാർ പറഞ്ഞു യേശുക്രിസ്തുള്ള വിശ്വാസം മാത്രം പോരാ, യഹൂദന്മാരുടെ നിയമങ്ങളെല്ലാം തന്നെ ഇവിടെ പാലിക്കണമെന്ന് ആദ്യം പഠിപ്പിച്ചു. അതിനകത്ത് പരിച്ഛേദനയൊക്കെ ഉണ്ടായിരുന്നു. അതിന് അത് വേണ്ട എന്ന് പൗലോസിൻ്റെ പഠിപ്പിക്കൽ വന്ന് പൗലോസ് പറഞ്ഞത് മനസ്സിലാക്കുന്നു. ദൈവവചനത്തെ ദുർബലമാക്കുന്ന സമ്പ്രദായങ്ങൾ ഇന്നും പല ഡിനോമിനേഷൻസിലെ പല സ്ഥലങ്ങളിലുണ്ട്. അത് എന്താണ് ചോദിക്കുന്നത് വെച്ചാൽ, അവർ പറയുന്നത്, ഇവിടെ പരീശന്മാർ പറയുന്നല്ലോ, പൂർവന്മാരുടെ സമ്പ്രദായം ഞങ്ങൾ എടുക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ മറ്റുള്ളവരെ വിധിക്കുന്നു. അവിടെ അങ്ങനെ വിധിക്കരുത്. വിധിക്കുന്ന നീ തന്നെ പ്രവർത്തിക്കുന്നത് വേറൊരു രീതിയിലാണ്. അവൻ വിധിക്കുന്നുവെങ്കിലും അതവർക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല. റോമർ 2:3 ആ കഴിവ് വീണ്ടും ജനിച്ച ദൈവ പൈതലിന് ആ കഴിവ് ഉണ്ട് എന്നുള്ളത് കാണുന്നു. എന്നുവെച്ചാൽ അവരെ വിധിക്കാതിരിപ്പാൻ. കാരണം ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ച് ആ രീതിയിൽ പോകുമ്പോഴേ ഈ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ മറ്റേതിൻ്റെ പ്രാധാന്യമൊക്കെ കുറഞ്ഞു വരും, സമ്പ്രദായങ്ങൾ. അതുകൊണ്ട് ദൈവം നമ്മളെ ന്യായം വിധിക്കുന്നത് സത്യം വെച്ചാണ് എന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ വരുന്നത്. 2-ാം വാക്യത്തിൽ, എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ വിധി സത്യ അനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. അതുകൊണ്ട് ദൈവം സത്യ അനുസരണമായി വിധി പ്രസ്താവിക്കുമ്പോൾ ഇവരെല്ലാം കുറ്റക്കാരാണ്. ആരാണ്? മനുഷ്യരുടെ സമ്പ്രദായം. യേശുക്രിസ്തു പഠിപ്പിച്ചാണ് മനുഷ്യരുടെ സമ്പ്രദായം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വാക്യങ്ങളും അതേക്കുറിച്ച് പറയുന്നുണ്ട്. മത്തായി 15:1 മുതൽ 5 വരെ നമ്മൾ വായിച്ചല്ലോ. അത് തന്നെ മർക്കോസ് 7:8 മുതൽ 11 വരെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പന കൊടുത്തിരിക്കുന്ന ദുർബലമാക്കി കളയുക മനുഷ്യരുടെ സമ്പ്രദായത്താൽ. അതുകൊണ്ട് വാമൊഴിയായി കേൾക്കുന്നതല്ല, ദൈവം എന്താണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിലാണുള്ളത്. അതുകൊണ്ട് വിധിക്കുന്ന നീ തന്നെ അത് പ്രവർത്തിക്കുന്നുവെങ്കിൽ നിനക്ക് ശിക്ഷാവിധിയുണ്ട്, നിനക്ക് പ്രതിവാദം പറവാനായിട്ട് ഒന്നുമില്ല എന്നുള്ള. അതേസമയം അത് ചെയ്യാനുള്ള കഴിവ് ഈ റോമർക്കെഴുതിയ ലേഖനം 6, 7, 8 അധ്യായങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോഴത് കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ മക്കൾക്ക് അത് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് കാണുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്ത ഇവിടെ നമ്മളത് തൽക്കാലത്തേക്ക് നിർത്തുകയാണെങ്കിൽ നമുക്ക് തുടർന്നും ചിന്തിക്കണം. ന്യായവിധി എന്ന് പറയുന്നത് സത്യത്തിനനുസരിച്ചാണ്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ വിധിക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ സ്വയം നീതീകരിക്കാനായിട്ട് നോക്കുകയല്ല, നമ്മൾക്കും ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ മറ്റുള്ളവരെ നേരെ വിരൽ ചൂണ്ടി അവരെ ജഡ്ജ് ചെയ്യല്ല ആവശ്യം, അവരെ ദൈവത്തിങ്കിലേക്ക് നടത്തുകയും ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് അവർ ജീവിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് ആവശ്യം. നമ്മളിന്ന് 1-2 വാക്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് ചിന്തിച്ചുള്ളൂ. നമുക്ക് തുടർന്ന് ചിന്തിക്കണം.
ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്നത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവേ, എല്ലാ ധാർമ്മിക മനുഷ്യനും ജഡ്ജ്മെൻ്റ് ഉണ്ട്, ന്യായവിധി ഉണ്ട് എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഞങ്ങൾ കടന്നു വരുവാണ്. ഞങ്ങൾക്കൊന്നും പ്രതിവാദം പറവാനായിട്ടില്ല. ധാർമ്മികമായിട്ട് ജീവിക്കുന്ന യഹൂദനും അവർക്കും ന്യായവിധി ഉണ്ട് എന്നുള്ള പൗലോസ് ക്ലിയറായിട്ട് പറയുന്ന ഭാഗമാണല്ലോ ഞങ്ങൾ വായിച്ചത്. അതുകൊണ്ട് കർത്താവെ, വിധിക്കപ്പെടാതിരിക്കാനായിട്ട് മറ്റുള്ളവരെ വിധിപ്പാൻ കർത്താവെ ഞങ്ങളെ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ പല ആചാരങ്ങളുടെ പുറകെ പോകാതെ ദൈവം ഞങ്ങളെ പഠിപ്പിച്ച ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിപ്പാനായിട്ട് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ സത്യത്താൽ ഞങ്ങളെ ന്യായം വിധിക്കുമെന്ന് അറിയുന്നു. അതുകൊണ്ട് ഈ സത്യത്തിൻ്റെ കീഴിൽ ഞങ്ങളായിരിക്കാനായിട്ട് കർത്താവെ സഹായിക്കണമേ. ഞങ്ങളെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൻ്റെ വാൽവിന് പ്രയാസമായിരിക്കുന്ന ചിലരെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വിശ്വാസത്തോടെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? ദൈവം വലിയൊരു വിടുതൽ നിങ്ങൾക്ക് തരും. അതുപോലെ ജോലി നഷ്ടപ്പെട്ടിട്ട് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമോ? ചില കോൾ ലെറ്ററൊക്കെ നിങ്ങൾക്ക് വരും. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് നിങ്ങൾക്ക് ഉത്തരം തരാൻ പോവുകയാണ്. ദൈവം വലിയൊരു വിടുതൽ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അയക്കുന്നു. നിങ്ങൾ സന്തോഷത്തോടെ ഇരിപ്പാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. കുടുംബമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ, ദൈവം അതിന് വലിയൊരു വിടുതൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് തരും. അതുപോലെ ജീവിതത്തിൽ ഫൈനാൻഷ്യലായിട്ടുള്ള കടത്തിലെ പ്രയാസങ്ങളിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ഇന്ന് വിടുവിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. അവർ എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവത്തിൻ്റെ വലിയ വിടുതൽ ഈ ദിവസങ്ങൾ കാണുവാനായിട്ട് കർത്താവ് ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യും. ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആ വലിയ റിലീസിൻ്റെ കീഴിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ആത്മാവിൻ്റെ പ്രവർത്തനം അവരുടെ ജീവിതങ്ങളിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളിപ്പോഴിവിടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അറിയാത്ത വഴികളിൽ നിന്ന് കർത്താവെ ഒരു ക്രിയേറ്റീവ് മിറക്കിൾ അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുകയും നിന്നെ ആ വിശ്വാസത്തോടെ നിന്നെ ആരാധിക്കാനായിട്ട് നിൻ്റെ വഴിയിൽ ജീവിക്കുന്നവരായി തീരുവാനായിട്ട് ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നല്ലതാണ്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രയർ റിക്വസ്റ്റുകൾ അതുപോലെ പ്രെയർ ലൈനിനകത്തൊക്കെ വിളിക്കുകയോ അല്ലെങ്കിൽ അയക്കുകയോ എന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാ ദിവസവും 9 തൊട്ട് 10 വരെ നിങ്ങളുടെ വീട്ടിലെത്തുന്നതാണ്. ഇത് മിസ് ചെയ്യാതെ കാണുന്ന. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് എപ്പിസോഡ് നിങ്ങൾ കാണണം. കണ്ടിന്യൂറ്റി എങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.